ലക്ഷദ്വീപിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചു. പണ്ടാര ഭൂമിയായി രേഖപ്പെടുത്തിയവ പിടിച്ചെടുക്കാനാണ് ഭരണകൂടത്തിന്റെ ഉത്തരവ്. ബംഗാരം, തിന്നക്കര ദ്വീപുകളിലാണ് നടപടി. വിവരങ്ങൾ നൽകാനായി ഷബ്ന സിയാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷബ്ന, നേരത്തെയും ലക്ഷദ്വീപ് ഭരണകൂടവുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി എന്താണ്? നയന, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ലക്ഷദ്വീപ് ഭരണകൂടം ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുതുതായി ഇറക്കിയ ഉത്തരവ് പ്രകാരം ബംഗാരം, തിന്നക്കര അത് രണ്ടും ടൂറിസം ദ്വീപുകളാണ്. ഈ ദ്വീപുകളിലെ ഭണ്ഡാരം ഭൂമി പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഭരണകൂടം പുറത്തിറക്കി. ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയത്. ഈ ഭരണകൂടത്തിന്റെ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്നത് ഈ ഭണ്ഡാരം ഭൂമി എന്നത് സർക്കാരിന്റെ ഭൂമിയാണ്. അത് വാടകയ്ക്കോ അല്ലെങ്കിൽ പാട്ടത്തിനോ മാത്രമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ ഭരണകൂടത്തിന് ആവശ്യമുള്ളപ്പോൾ ഇത് ഏറ്റെടുക്കാം എന്നാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഈ ലക്ഷദ്വീപ് ജനതയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയൊരു ആശങ്ക എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ബംഗാരം, തിന്നക്കര ദ്വീപുകൾ ആൾതാമസമില്ലാത്ത ദ്വീപാണ്. പക്ഷേ ആൾതാമസമുള്ള കവരത്തി, അഗത്തി പോലുള്ള ദ്വീപുകളിൽ ഈ പണ്ടാരം ഭൂമിയിലാണ് നിരവധി വീടുകൾ, അതുപോലെ കടകൾ, അത്തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ പണ്ടാരം ഭൂമിയിലുണ്ട്. കാലങ്ങളായി ഇവിടെ താമസിച്ചു വരുന്ന ആളുകളാണ്. ഈ പണ്ടാരം ഭൂമി പിടിച്ചെടുക്കുന്നതോടെ അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കുന്നതോടെ മറ്റ് ദ്വീപുകളിലേക്ക്, ആൾതാമസമുള്ള മറ്റ് ദ്വീപുകളിലും ഇതേ നടപടി തുടരുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നു. അത്തരത്തിലുള്ള വലിയ ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുക കൂടിയാണ് ലക്ഷദ്വീപ് ജനങ്ങൾ ഇപ്പോൾ ഈ ഉത്തരവോട് കൂടിയിട്ട്. ഏതായാലും ഇപ്പോൾ ടൂറിസം പ്രോജക്റ്റിനായി, അതായത് ഒരു സ്വകാര്യ കമ്പനിക്ക് കീഴിലെ ഹൈ ആൻഡ് എക്കോ ടൂറിസം വികസന പദ്ധതി എന്നാണ് ഭരണകൂടം പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നത്. ശരി, ലക്ഷദ്വീപിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിയാണ് ആരംഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. പണ്ടാര ഭൂമിയായി രേഖപ്പെടുത്തിയവ പിടിച്ചെടുക്കാനാണ് ഭരണകൂടത്തിന്റെ നീക്കം. വിവരങ്ങളാണ് ഷബ്ന സിയാദ് നൽകിയത്.